നമസ്കാരം. IPL 18ാം സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസ് നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി സ്വന്തം തട്ടകത്തിൽ പഞ്ചാബ് കിങ്സിനോട് ലക്നൗ തോറ്റിരിക്കുകയാണ്. 8 വിക്കറ്റിന്റെ അനായാസ ജയമാണ് പഞ്ചാബ് നേടിയെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 7 വിക്കറ്റിന് 171 റൺസ് നേടിയപ്പോൾ 22 പന്ത് ബാക്കിയാക്കിയാണ് ശ്രേയസ് അയ്യരും സംഘവും വിജയം നേടിയെടുത്തത്. പഞ്ചാബ് കിങ്സിനോട് ലക്നൗ തോറ്റതോടെ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ആകെ നിരാശയിലാണെന്ന് തന്നെ പറയാം. 27 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് ടീമിന്റെ വില്ലനായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. 3 മത്സരത്തിൽ നിന്ന് വെറും 12 റൺസാണ് ഋഷഭ് നേടിയത്. ക്യാപ്റ്റൻ എന്ന നിലയിലും ഋഷഭ് ശോഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഞ്ചാബിനെതിരായ തോൽവിക്ക് പിന്നാലെ ലക്നൗ ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്ക ഋഷഭിനോട് മൈതാനത്ത് വച്ച് സംസാരിച്ചിരുന്നു. അത്ര സന്തോഷത്തോടെയല്ല അദ്ദേഹം ഋഷഭിനോട് സംസാരിച്ചത്. പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരോട് സന്തോഷത്തോടെ സംസാരിച്ച ശേഷമാണ് സഞ്ജീവ് ഋഷഭിനോട് മുഖം കടുപ്പിച്ച് അല്പം ഗൗരവത്തോടെ തന്നെ സംസാരിച്ചത്. ഇത് ഋഷഭിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിന് ഭീഷണി ഉയർത്തുകയാണെന്ന് തന്നെ നിസ്സംശയം പറയാം. മോശം ഫോമിലുള്ള ഋഷഭിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിന് ശേഷവും ഗോയങ്ക ഋഷഭിനോട് ഇത്തരത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അന്ന് ഇത്ര ഗൗരവമേറിയതായിരുന്നില്ല. അവിടെ നിന്ന് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിന് ശേഷം എത്തിയപ്പോൾ സഞ്ജീവ് ഗോയങ്കയുടെ മുഖത്ത് ഗൗരവം പ്രകടമാണ്. ഇനി വരുന്ന മത്സരത്തിലും തോൽവി ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല ഗോയങ്കയുടെ പ്രതികരണമെന്നും വ്യക്തമായിരിക്കുകയാണ് ഈ ഒരു സീനിലൂടെ. എന്തായാലും ഋഷഭിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിന്റെ വലിയ കോട്ടം തട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഋഷഭ് ഇനി ഒരിക്കൽ കൂടി താളം കണ്ടെത്തിയില്ലെങ്കിൽ ടീമിലെ മറ്റുള്ളവരിലേക്ക് ക്യാപ്റ്റൻ സ്ഥാനം എത്തിയേക്കുമെന്ന ചർച്ചകളും വരുന്നുണ്ട്. T20യിൽ മോശമല്ലാത്ത റെക്കോർഡുള്ള ഒരു താരമാണ് നിക്കോളാസ് പുരാൻ. എന്നാൽ നായകൻ എന്ന നിലയിലെ താരത്തിന്റെ റെക്കോർഡുകൾ അത്ര ഗംഭീരമെന്ന് പറയാനാകില്ല. 3 മത്സരത്തിൽ 2ലും തോറ്റ ലക്നൗ ഇപ്പോൾ നിലവിൽ 6ാം സ്ഥാനത്താണുള്ളത്. നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിൽ എത്താൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറയാം. ലക്നൌവിന്റെ ടീം പ്ലാൻ ലോക മണ്ടത്തരമാണെന്നും പറയാതിരിക്കാനാകില്ല. പേസ് പിച്ചായിരുന്നിട്ട് 3 സ്പിന്നർമാരെയാണ് ലക്നൗ പഞ്ചാബിനെതിരെ ഇറക്കിയത്. ഈ തീരുമാനം തന്നെ തീർത്തും പാളിപ്പോയി. പേസർമാർക്ക് പിച്ചിൽ മുൻതൂക്കമുണ്ടെന്ന് ലക്നൌവിന്റെ ബാറ്റിംഗിൽ നിന്ന് തന്നെ വ്യക്തവുമായിരുന്നു. എന്നിട്ടും സ്പിന്നർമാരെ ഉപയോഗിച്ച് കളി പിടിക്കാൻ നോക്കിയ ലക്നൌവിന്റെ തീരുമാനം പാളിപ്പോവുകയായിരുന്നു. ഇതിന് പിന്നിൽ നായകന്റെ ഋഷഭ് പന്തിന്റെ മണ്ടത്തരമാണെന്ന് തന്നെ പറയാം. പാതി വഴിയിൽ ലക്നൗ ഋഷഭിനെ മാറ്റി മികച്ച ഫോമിലുള്ള നിക്കോളാസ് പൂരനെ നായകസ്ഥാനം ഏൽപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഋഷഭ് പന്തിന് നായകനായി ശോഭിക്കാനാകില്ല എന്ന് വീണ്ടും വ്യക്തമാവുകയാണ്. മാത്രമല്ല ഇത് താരത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തെയും കാര്യമായി ബാധിക്കുന്നു. സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ ഋഷഭിന് ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ കൊടുത്ത് കൂടുതൽ ഫ്രീ ആക്കാനായിരിക്കും പദ്ധതിയിടുന്നത്. ലക്നൗ ഋഷഭിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ബാറ്ററായി മാത്രം ഫലപ്രദമായി ഉപയോഗിക്കാനായിരിക്കും ഇനി ശ്രമിക്കുക. 4ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തിയാൽ ഋഷഭിന് കൂടുതൽ മികവും കാട്ടാൻ സാധിക്കും. ഓപ്പണിംഗിൽ ലക്നൌവിന് പ്രതീക്ഷിച്ച പോലെ മിന്നാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണർ സ്ഥാനത്തേക്കും ഋഷഭിനെ പരീക്ഷിക്കാവുന്നതാണ്. 27 കോടി രൂപ പ്രതിഫലം നൽകിയിട്ടും ഋഷഭ നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വമ്പൻ മാറ്റത്തിന് ടീം മാനേജ്മെന്റ് മുതിർന്നാലും അതിനെ തെറ്റു പറയാനാകില്ല. ഇനിയുള്ള മത്സരങ്ങൾ ലക്നൌവിനെ സംബന്ധിച്ച വളരെ നിർണായകമാണ്. ഇനിയൊരു തോൽവി പോലും അവരുടെ പ്ലേ ഓഫ് ഭാവി തന്നെ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഋഷഭിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതായിരിക്കും ടീമിന് ഉചിതം. ലക്നൌവിന്റെ പേസ് നിലയിൽ മാറ്റം അനിവാര്യമാണ്. അതുപോലെ തന്നെ ആവേശക്കാരൻ ഷാർദുൽ ഠാക്കൂർ എന്നീ 2 പേസർമാരെയാണ് ലക്നൗ വിശ്വസിച്ച് വരുന്നത്. ഇവർ 2 പേരും T20യിൽ മോശം റെക്കോർഡുള്ള ബോളർമാർ കൂടിയാണ്. ലക്നൗ ഷമാർ ജോസഫിനെയും ആകാശ് ദ്വീപിനെയും കളിപ്പിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. യുവ പേസർ പ്രിൻസ് യാദവിനെ വിശ്വസിക്കാൻ ലക്നൗ തയ്യാറാകേണ്ടതായുമുണ്ട്. പേസ് നിരയിൽ മാറ്റം വരുത്താതെ ലക്നൌവിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോടെ ലക്നൗ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ഇപ്പോൾ ആരാധകരും പ്രതീക്ഷിക്കുന്നത്.